കുട്ടികളുടെ സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ ബൈറ്റ്സ്, അതും എണ്ണയിൽ വറുക്കാതെ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു സവാള ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതും ഒരു ചെറിയ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 8 മുതൽ 10 വരെ വെളുത്തുള്ളി അല്ലി, എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരയണം നിർബന്ധമില്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഇനി നിങ്ങൾ മിക്സിയിലാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ പൾസ് മോഡിലിട്ട് അടിച്ചാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 200 ഗ്രാം പനീർ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചോപ്പായി വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഈ പനീർ ചേർത്തുകൊണ്ടൊരു പേസ്റ്റ് പോലെയായിരിക്കും ഈ ഒരു മിക്സ് ഇരിക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ ജീരകം പൊടി, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ കടലമാവ് ഒരു ബൈൻഡിങ് ഏജന്റായിട്ടും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ പ്രോട്ടീൻ നിറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു സ്നാക്ക് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് 2-3 തുള്ളി ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിന് മീതെ നമുക്ക് ക്യാപ്സിക്കം ഇതുപോലെ ചെറിയ റിങ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ നടുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് കുറച്ച് വീതം ഒന്ന് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു സൈഡൊന്ന് ചെറുതായിട്ട് ഗ്രില്ലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുവശം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. ഒരുപാട് കട്ടിയിൽ വെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 2 വശവും നന്നായിട്ട് കുക്കായി ഒന്ന് ഗ്രില്ലായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം. ക്യാപ്സിക്കം റിങ് ഇല്ലാതെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഇതുപോലെ കുറച്ചൊരു പോർഷൻ ഒരു സ്പാറ്റിലയിൽ വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നമുക്ക് എണ്ണ ഒന്നും തടവാതെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. എന്നിട്ട് പതുക്കെ നമുക്ക് പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതും ഇതുപോലെ ഗ്രില്ല് ചെയ്തൊന്ന് എടുത്താൽ മതി കേട്ടോ. ഇത്ര ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വളരെ കുറച്ച് മാത്രം ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ നിറഞ്ഞിട്ടുള്ള അടിപൊളി വെജിറ്റബിൾസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യണേ.